ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ശ്രീനാഥ് ഭാസിയുടെ ഒരു മൂവി തിയേറ്ററിൽ വന്നിരിക്കുകയാണ്. ഞാൻ പോയി കണ്ടു. കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ബിക്കോസ് ശ്രീനാഥ് ഭാസിക്ക് അങ്ങനെ ഭയങ്കര അഭിനയ മികവുള്ള ഒരു കഥാപാത്രമാണെന്ന് തോന്നിയില്ല. എ എം സിദ്ദിഖ് എന്ന് പറഞ്ഞ ആൾ രചനയും സംവിധാനവും നിർവഹിച്ച മൂവിയാണ് LLB, ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ്. അങ്ങനെയാണ് ആ മൂവിയുടെ ടാഗ്, ഒരു ലൈഫ് ലൈൻ. അത് നമുക്ക് ഫസ്റ്റ് ഹാഫ് വരെ അത് മനസ്സിലാവില്ല, പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ക്ലൈമാക്സിലൊക്കെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ആ ഒരു ട്രൂ മീനിങ് ഓഫ് ദാറ്റ് LLB എന്ന് പറഞ്ഞതിന്റെ ആ ഒരു എക്സ്പാൻഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ LLB പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലോയ്ക്ക് പഠിക്കുന്ന കോളേജ് ക്യാമ്പസ്. അപ്പൊ നമ്മൾക്ക് ക്യാമ്പസിലെ സംഘർഷങ്ങളാണ്, അല്ല, ക്യാമ്പസിൽ പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളുടെ കഥ, അതിനോടനുബന്ധിച്ച കുറച്ച് പൊളിറ്റിക്കൽ കാര്യങ്ങൾ, പിന്നെ ഒരു പൊളിറ്റിക്കൽ അങ്ങനെ അങ്ങനെ ഇച്ചിരി ട്വിസ്റ്റ്, ഇച്ചിരി ക്ലൈമാക്സിലൊക്കെ ഇച്ചിരി ട്വിസ്റ്റും അൺഎക്സ്പെക്റ്റഡ് എൻഡിങ്ങും ഒക്കെ ഉണ്ട്. അനൂപ് മേനോൻ അതിനകത്ത് ഒരു പ്രധാന കഥാപാത്രവുമായി സെക്കൻഡ് ഹാഫിന് ശേഷം വരുന്നുണ്ട്. അതോടൊപ്പം വിശാഖ് നായർ, അശ്വന്ത് ലാൽ, അങ്ങനെ കുറച്ച് ഇപ്പോഴത്തെ മികച്ച ന്യൂ ജനറേഷൻ നടന്മാർ അഭിനയിച്ചിരിക്കുന്ന ഒരു പടമാണ് LLB എന്ന് പറയുന്നത്. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് എന്താ പറയുന്ന ഒരു നോർമൽ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന കോളേജിൽ അഡ്മിഷൻസ്, കോളേജിലെ ചിറ്റ് ചാറ്റ്സ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് കഥ പോകവേ പിന്നീട് എന്ന് വെച്ചാൽ അതായത് നമ്മളിപ്പോ എന്താ പറയുന്ന ഭയങ്കര പ്രണയം, ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ ഡ്രാമ, ഭയങ്കര ക്രിയേറ്റിംഗ് സീൻസ് ഒന്നും അതിനകത്തില്ല. കൊടൂര പ്രണയമൊന്നുമില്ല. ശരിക്കും പറഞ്ഞ ഒരു ക്യാമ്പസ് പ്ലസ് പൊളിറ്റിക്കൽ പ്ലസ് എന്താ പറയുന്ന എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാമ പ്ലസ് ക്രൈം ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ത്രില്ലറും കൂടെ ഉണ്ട് കേട്ടോ അതിനകത്ത്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കത് ത്രില്ലർ ആണെന്നുള്ള അത്ര ഫീല് അതിനകത്ത് തോന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഒരു കുറവെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അവർ ഉദ്ദേശിച്ച ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ആയിട്ടുള്ള ത്രില്ലറിന്റെ എല്ലാ മുഖങ്ങളും അഴിഞ്ഞു വീഴുന്നു, അല്ലെങ്കിൽ ത്രില്ലർ ആണെന്ന് നമ്മൾ പൂർണ്ണമായും തിരിച്ചറിയുന്നു. പക്ഷെ അതൊന്നും നമുക്ക് ആദ്യം തോന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും തോന്നില്ല. മനസ്സിലായോ ഞാൻ പറയുന്നത്? എനിക്ക് അറിഞ്ഞൂടെ. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് കേളി പറയുന്നത് അതേ ഒരു ഫീലാണ് നമുക്ക് ആ സിനിമ കാണുമ്പോൾ. അതായത് പ്രോപ്പറായിട്ടൊരു സ്ക്രിപ്റ്റ് ഇല്ലെന്ന് ചോദിച്ചാൽ സ്ക്രിപ്റ്റ് ഉണ്ട്. അത് ഫസ്റ്റ് ഹാഫിന് ശേഷമാണ് അതിന്റെ നല്ല നല്ല ഭാഗങ്ങൾ വന്നിരിക്കുന്നത്. അത് ഇന്റർവെല്ലിന് ശേഷമാണ് നല്ല നല്ല ഭാഗങ്ങൾ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് വരെയും നോർമൽ ഒരു ക്യാമ്പസ് സ്റ്റോറി ആണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. സെക്കൻഡ് ഹാഫിന് ശേഷം കുറച്ച് ഇഴച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഏത് സിനിമ കയറി വന്നിരുന്നത്? കഴിഞ്ഞ ദിവസം വാല്യുബലിൽ വന്നിട്ട് ഇഴച്ചിലാണെന്നോ? ഞാൻ ഉള്ളതല്ലേ പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ എൻ്റെ മൂവി റിവ്യൂവിന് കുറെ തെറിയും ചീത്തയൊക്കെ ഞാൻ കേട്ടിരുന്നു. അത് എൻ്റെ എന്താ പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, മൈ ഒപ്പീനിയൻ ഓഫ് ദാറ്റ് മൂവി ആസ് എ പ്രേക്ഷക എന്ന നിലയിലാണ് ഞാൻ എൻ്റെ ചാനലിൽ വന്ന് പറയുന്നത്, റിവ്യൂ ഇടുന്നത്. എന്ന് വെച്ചാൽ ഞാനൊരു ചലച്ചിത്ര നിരൂപകയൊന്നുമല്ല. പിന്നെ ഞാൻ അവാർഡ് കമ്മിറ്റിയിലൊക്കെ പോയിരിക്കത്തില്ലേ, യൂട്യൂബും തുറന്നു വെച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണക്കാരിയാണ്. അപ്പൊ ആ ഒരു സാധാരണക്കാരിയുടെ കണ്ണുകൾ കൊണ്ട് കുറച്ച് മലയാള ഭാഷ, കുറച്ച് ഭാഷ ശുദ്ധി എന്ന് എനിക്ക് സ്വയം തോന്നുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്നു എന്ന് മാത്രം. സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ. അപ്പൊ LLB കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സോ കഴിഞ്ഞ എൻ്റെ കുറെ റിവ്യൂവിൽ എനിക്ക് തെറിയുടെ ഒരു റിഫ്ലക്ഷൻ ഞാൻ അത് പറഞ്ഞതേ ഉള്ളൂ. സോ LLB എല്ലാവരും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇറ്റ്സ് ലൈക്ക് ആൻ ആവറേജ്, ഒരു 50-50 കൊടുക്കാം. പാട്ടൊന്നും അത്ര നല്ലതൊന്നുമല്ല. ആദ്യത്തെ ഒരു പാട്ട്, ടൈറ്റിലല്ല, ഒരു ഇൻട്രോ സോങ് ഉണ്ട് അതിനകത്ത്, നല്ല ഡാൻസ് ഒക്കെ ആയിട്ട്. അത് നല്ലൊരു സോങ് ആണ്. അതെനിക്കൊന്ന് കോളേജിൽ ഇനി ഫ്യൂച്ചർ ആനിവേഴ്സറി, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് നല്ലൊരു പാട്ടാണ്. പിന്നെ അതിനകത്ത് വേറെ അങ്ങനെ പിന്നെ സുധീഷ് ഉണ്ട്, നമ്മുടെ നടൻ സുധീഷ് ഉണ്ട്. അങ്ങനെ അങ്ങനെ നല്ല നമ്മുടെ അറിയപ്പെടുന്ന പഴയ സീരിയൽ നടി, അവരുടെ പേര് ഞാൻ മറന്നുപോയി, പുള്ളിക്കാരത്തിയുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല നല്ല നടന്മാരൊക്കെ അതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും ഈ പറയുന്ന തരത്തിലുള്ള LLB എന്ന് കാണുമ്പോൾ ലോ പഠിക്കുന്നവരത് നമ്മൾ ചിന്തിക്കുമല്ലോ, ക്യാമ്പസ് സംഘർഷങ്ങൾ, ലോ ക്യാമ്പസിൽ നടക്കുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ലോ കോളേജിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്, കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നു. പക്ഷെ അല്ല, ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് അവരത് റെൻഡർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആ ഒരു എനിക്ക് തോന്നുന്നു ശ്രീനാഥ് ഭാസിക്ക് അങ്ങോട്ട് വരുത്താൻ സാധിച്ചിട്ടില്ല. അതായത് ഒരു സസ്പെൻസ് ആണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്നു. അത് അവര് അങ്ങനെ മനഃപൂർവ്വം ഇട്ടതാണോ അതോ പറ്റിപ്പോയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി എന്തായാലും മൂവി ഒരു ആവറേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൊട്ടപ്പണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കാമ്പും കഴമ്പും ഒക്കെ ഉണ്ട്. എന്നാലും പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ ഒരു ക്ലൈമാക്സ് വരെ നമ്മൾ ഇരിക്കണം. എന്നാലേ നമുക്ക് ആ പ്രേക്ഷകനെ പിടിച്ചിരുന്ന തരത്തിൽ ഒരു കുറച്ച്
ഒരു ഹാഫ് ആൻ അവർ നമ്മൾ ഒന്നും ചിന്തിക്കാതെ ആ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് അപ്പോൾ മാത്രമാണ് അതിനകത്തുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക് വായിക്കോട്ടൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ചൊറിഞ്ഞും ചിരിഞ്ഞും ഒക്കെ ഇരിക്കും. അതാണ് ആ മൂവി. ഓക്കെ, സോ താല്പര്യമുള്ളവർ പോയി കാണുക ഇത് കേട്ടിട്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ ഇരിക്കുകയാണെങ്കിലും പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാശ് മുടക്കി പോയി കാണുക. കാരണം കണ്ടേ മതിയാണെങ്കിലും പോയി കാണുക. ആരോടും മൂവി കാണരുത്. അതിപ്പോൾ നല്ലതായാലും ചീത്തയായാലും ഒരാളോടും എൻ്റെ ചാനലിലൂടെ ഈ മൂവി കാണരുതെന്ന് ഞാൻ പറയില്ല. കാണണമെന്നും പറയില്ല. കാണണമെന്ന് പറയും, നിങ്ങൾ തിയേറ്റർ എക്സ്പീരിയൻസ് ആയതുകൊണ്ട്. കാണരുത് എന്ന് ഞാൻ പറയില്ല, അതിനുള്ള റൈറ്റ് എനിക്കില്ല. വല്ലവരുടെ സാധനങ്ങളാണ്. ഒരുപാട് കലാകാരന്മാർ ഒരുമിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമ്മുടെ കാശിനും വിലയുണ്ട്, നമ്മുടെ സമയത്തിന് വിലയുണ്ട്. അവരുടെ പോലെ തന്നെ ഈക്വൽ ആണ് നമ്മളും എന്ന് ചിന്തിക്കുന്നതായതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം സത്യസന്ധമായി തുറന്നു പറയുന്നത്. ഇതൊരിക്കലും ഒരു പെയ്ഡ് റിവ്യൂ അല്ല. ഞാൻ ഒരു കാലത്തും പെയ്ഡ് റിവ്യൂ ചെയ്യുകയുമില്ല. ബിക്കോസ് അത് എൻ്റെ എത്തിക്സിന് നിരക്കാത്ത, എനിക്ക് കുറച്ച് പ്രായമുള്ള ആളാണ്. അമ്മച്ചി തള്ളച്ചി എന്നൊക്കെ എന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് പ്രായമൊക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നാളിതുവരെയും ഞാൻ ആർക്കും വേണ്ടിയും കള്ളത്തരം പേയ്മെന്റ് മേടിച്ച് ചെയ്തിട്ടില്ല. സോ ഇനി ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ഓക്കെ, അപ്പൊ വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു.